ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വിക്രം വേദോട് പറയേണ്ടത് നീ ശ്രീനിവാസൻ സാറിനെതിരെ കേസ് വാദിക്കരുതെന്ന് പറയേണ്ട. ആ സമയത്ത് വേദ പറയേണ്ടത് വേണ്ട, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ അനിയത്തിയുടെ കാര്യത്തിൽ ഞാൻ നോക്കിക്കോളാം, ഞാൻ എന്തായാലും ശ്രീനിവാസൻ സാറിൻ്റെ കേസ് വാദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് പോകുന്നുണ്ട്. എന്തായാലും വേദയ്ക്കാണെങ്കിൽ ആകെ ഒരു സമാധാനം ഇല്ല, എന്താ ഇപ്പോൾ ചെയ്യുക, ഈ ദീപ്തിയുടെ പ്രണയം ഇപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രീജെടുത്തി വിഷും കൂടി പോയിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ദീപ്തിയോട്. ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടുകാക്കളിൽ അവരോടൊക്കെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. വേദയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാതെ നമ്മളെ നേരെ ചെല്ലുന്നത് നമ്മുടെ വരുണിൻ്റെ വീട്ടിലേക്കാണ്. വരുണിൻ്റെ വീട്ടിൽ പോയിട്ട് അവളുടെ അമ്മോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന സമയത്ത് വരുണിൻ്റെ അമ്മയാണെങ്കിൽ വരുണിനോട് ദേഷ്യപ്പെട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണത് നീ എന്തിനാണ് അവളുടെ അനിയത്തി ഇങ്ങനെ ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വരുണിൻ്റെ കഥ കേൾക്കുന്ന സമയത്ത് നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാണ്, വരുൺ പാവാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ പോയിട്ട് വേദ വിക്രത്തിനോട് എല്ലാ കഥയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വരുണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിക്രം ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കേണ്ടത്. എന്നിട്ട് പറയുന്നത് ദീപ്തിക്ക് ആണെങ്കിൽ എന്താ ഇപ്പോൾ മനസ്സിലെന്താണെന്ന് വെച്ചാൽ കമ്പാരിസൺ സാറ്റിസ്ഫാക്ഷനാണ്. അവൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് അതിന്ന് സന്തോഷം കാണാനാണ് അവൾ കണ്ടെത്തുന്നത്. അതാണ് ഇപ്പോൾ അവൾ പ്രണയമായിട്ട് അത് മാറിയണത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വേദയ്ക്ക് ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ ഇരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കും ദീപ്തി ആണെങ്കിൽ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അടിക്കാനൊക്കെ പോകുന്നുണ്ട്, അമ്മയാണെങ്കിൽ തടയുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ വേദയും വിക്രത്തും കൂടി അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുന്നുണ്ട്. അമ്പലത്തിൽ തൊഴാൻ പോണ സമയത്ത് വേദോട് വിക്രം പറയുന്നുണ്ട് എല്ലാ മനുഷ്യന്മാരും തൊഴാൻ വരുന്നത് എന്തിനാണെന്നറിയോ, അവരവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ പറഞ്ഞു തീർക്കുക, അവരുടെ മനസ്സിൽ കരയണതാണ് ദൈവത്തിൻ്റെ മുന്നിൽ പറഞ്ഞു തീർക്കുന്നത്. നമ്മളും അത് ചെയ്യുക വേദ, നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നമ്മൾ ദൈവത്തിനോട് പറയാമെന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. എന്തായാലും വേദ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന സമയത്ത് നമ്മുടെ വിക്രം നേരെ കൊണ്ടുപോയിട്ട് ഒരു സാരിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സാരിയൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ വേദയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. വേദയുടെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വിക്രം അവളോട് സ്നേഹമായി തുടങ്ങിയിട്ടുണ്ട്, പ്രേമമായി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും രണ്ടാളുടെ മനസ്സിലും ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അടുത്ത് തന്നെ അവർ രണ്ടാളും തമ്മിൽ ഇഷ്ടം പറയും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.